സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓർക്കണം, ലൈക്ക് എടുക്കണം. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. അപ്പോൾ ഇന്ന് മോം ആൻഡ് ബേബി പ്ലേലിസ്റ്റിലെ ലാസ്റ്റത്തെ ലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഉലുവ ലേഹ്യമാണ് ഉണ്ടാക്കുന്നത്. ഉലുവ ലേഹ്യം, ഉലുവ വിളയിച്ചത് എന്നൊക്കെ ഇതിനെ പറയട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഉലുവ തന്നെയാണ്. അപ്പോൾ 1 കിലോ ഉലുവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ ഉലുവ വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിയിട്ട് അത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1 കിലോ ഉലുവയ്ക്ക് ഇവിടെ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ അടിയിലൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ എടുക്കുക. പിന്നെ ഉലുവ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ലേഹ്യത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മധുരത്തിന് നമ്മൾ 1/2 കിലോ ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ വീണ്ടും ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 50 ഗ്രാം ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 4 തേങ്ങയുടെ പാല് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്നും ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ലേഹ്യമൊക്കെ ഉരുളിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഉരുളി നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ഉലുവ വേവിച്ചത് അതിലിട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാലിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം, എന്നാലേ ആ പൊട്ടിത്തെറിക്കുന്നതൊന്ന് കുറയുള്ളൂ. ഉലുവ നമ്മൾ കുറേ നേരം കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉലുവ ലേഹ്യം എന്ന് പറയുന്നത് നല്ലൊരു പ്രസവരക്ഷയാണ് കേട്ടോ. നമ്മൾ പാലുണ്ടാവാനൊക്കെ, പ്രസവിച്ച് കിടക്കുന്നവർക്ക് പാലുണ്ടാവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണ് ഉലുവ ലേഹ്യം. ഉലുവ നമ്മൾ ചിലർ തേങ്ങാപ്പാലടിച്ച് കുടിക്കലുണ്ട് വേവിച്ചിട്ട്. പിന്നെ ഉലുവ ചോറ് വെച്ച് കഴിക്കലുണ്ട്. അപ്പോൾ ഉലുവ നല്ലൊരു പ്രസവരക്ഷ തന്നെയാണ്. പിന്നെ വണ്ണമില്ലാത്തവരാണെങ്കിൽ വണ്ണം ഉണ്ടാവാനും പിന്നെ മുടി വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തണ്ടൽ വേദനയ്ക്ക് നല്ലൊരു മരുന്നാണ് ഉലുവ ലേഹ്യം. അപ്പോൾ മാക്സിമം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. തണ്ടൽ വേദന ഉള്ളവരൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഉലുവ. പിന്നെ കുറേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഉലുവ ചേർത്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ 1 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയും നമ്മുടെ ജീരകം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ മധുരം കുറവാണെങ്കിൽ വീണ്ടും മധുരം ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ വീണ്ടും 1/4 കപ്പ് ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. അങ്ങനെ ഉരുളിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരാറാകുമ്പോഴാണ് നമ്മുടെ ലേഹ്യത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത്. അപ്പോൾ നന്നായിട്ട് മുറുകി വരുന്നുണ്ട്. ലേഹ്യം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കാം.
ഇതാ ഏകദേശം നമ്മുടെ ലേഹ്യത്തിൻ്റെ ഫൈനൽ സ്റ്റെപ്പായിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഈ ഇളക്കിക്കൊണ്ടിരിക്കലാണ്. ഇതെല്ലാ ലേഹ്യത്തിനും അങ്ങനെ തന്നെ ആവുമല്ലോ അല്ലേ. ഇനി ഇത് അറിയുന്നത് നമ്മൾ എന്നത്തെയും പോലെ ഇത് ചൂടാറിയതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരുപാട് കാലം ഇരിക്കുന്നൊരു ലേഹ്യമാണ്. കുറച്ച് പുറത്ത് വെച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ലേഹ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുള്ളൊരു ലേഹ്യമാണ്. ലേഹ്യങ്ങളിൽ വെച്ച് ടേസ്റ്റുള്ള ലേഹ്യം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ടൊന്ന് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.